ജീവൻ വച്ചിടും രക്ഷകനായി. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. കൃപയാൽ നമുക്ക് കർത്താവിന്റെ പാദപീഠത്തിൽ വീണ്ടും ആയിരിക്കാൻ ദൈവം നമുക്ക് കൃപ നൽകി. ഇന്ന് ഈ സന്ധ്യയുടെ യാമത്തിൽ പ്രാർത്ഥനയ്ക്കായിട്ട് കൂടി വരുവാനും ദൈവമുമ്പാകെ നമ്മുടെ ഭാരങ്ങൾ, ആവശ്യങ്ങൾ വീണ്ടും സമർപ്പിക്കാനും, അതും വിശേഷാൽ ഉപവാസത്തോടു കൂടി തന്നെ സമർപ്പിക്കാനും കർത്താവ് നമുക്ക് അവസരം തന്നിരിക്കുന്നു. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രാരംഭമായിട്ട് നമ്മൾ കേൾക്കാൻ ഇടയായി തീർന്നത് അത് ഏറ്റവും ശ്രദ്ധേയം തന്നെയാണ്. എല്ലാ മനുഷ്യർക്കും അവരവരുടേതായ ഒരു ഇഷ്ടമുണ്ട്. ആ ഇഷ്ടം നിവർത്തിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള കാര്യവുമാണ്. എന്നാൽ ദൈവഭക്തനെ സംബന്ധിച്ച് തന്നെ ഇഷ്ടമുള്ള, തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യം വന്നാൽ അടുത്ത അവൻ്റെ ചിന്ത, ഇത് ദൈവത്തിന് ഹിതമാകുന്നുവോ എന്ന് അവൻ ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കുമ്പോൾ ദൈവം അതിന് മറുപടി കൊടുക്കും. നീ ചിന്തിച്ചത് എൻ്റെ ഇഷ്ടമല്ല, അതല്ല വേണ്ടത്. അതിന് ദൈവേഷ്ടം മറ്റൊന്നാണെന്ന് അറിഞ്ഞും പറഞ്ഞും ഉടനെ തന്നെ അതറിഞ്ഞതോടുകൂടി അവനങ്ങോട്ട് തിരുത്തി. ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, അത് നിവർത്തിക്കുന്നതാണ് എൻ്റെ ഇഷ്ടം. എനിക്കിഷ്ടമുണ്ട്, സ്വന്തമായിട്ട് ഇഷ്ടമില്ലാത്ത ആരുമില്ല. ദൈവത്തിൻ്റെ ഇഷ്ടമല്ലാതെ സ്വന്തമായിട്ട് ഇഷ്ടമില്ലാത്ത ആരുമില്ല. യേശുവിന് വരെ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം ക്രൂശീകരണമാണ്. എന്നാൽ യേശു ഒരു വശത്ത് ഇഷ്ടപ്പെട്ടത് ക്രൂശീകരണത്തിൽ നിന്ന് ഒഴിവാകണമെന്നാണ്. എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞപ്പോൾ തൻ്റെ ഇഷ്ടത്തെ ത്യജിച്ചു കളഞ്ഞു. ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കണം എന്നുള്ളത് തൻ്റെ ഇഷ്ടമാക്കിയെടുത്തു. ഇവിടെയാണ് ഒരു മനുഷ്യൻ്റെ ജയം എന്നാണ് നമ്മൾ കേൾക്കാനിടയായി തന്നത്. അതുകൊണ്ട് ഏത് മനുഷ്യനും താൻ സന്തോഷപൂർവ്വം പ്രവർത്തിക്കാനായിട്ട്, ഇഷ്ടം പ്രവർത്തിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ നമ്മൾ ഓർത്തുകൊള്ളണം, അത് ദൈവത്തിൻ്റെ ഹിതത്തിന് ഒരു പക്ഷേ വിരോധമായിരിക്കും. ദൈവത്തിന് ഒരു നിവാസം ഉണ്ടാക്കുവാൻ ദാവീദ് ആഗ്രഹിച്ച് അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യാനായിട്ട് ഒരുങ്ങി. ഉടനെ തന്നെ ദൈവം അറിയിച്ചു, നീയല്ല ആലയം പണിയേണ്ടത് നിന്നിൽ നിന്ന് ഉത്ഭവിച്ച നിന്റെ മകനാണ് അത് ചെയ്യേണ്ടത്. അത് തൻ്റെ ഇഷ്ടത്തെ ത്യജിച്ചു കളഞ്ഞതിന് ശേഷം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് കീഴടങ്ങി. ഇങ്ങനെ കർത്താവിൻ്റെ ദാസന്മാരെല്ലാവരും നമ്മൾ വചനത്തിൽ നിന്ന് പഠിക്കുന്നത് സകല ദൈവഭക്തന്മാരുടെയും വിജയം എന്ന് പറയുന്നത് സ്വന്തം ഇഷ്ടത്തെക്കാൾ ഉപരി ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് കീഴടങ്ങി ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ, ഹൃദയപൂർവ്വം ചെയ്യാനായിട്ട് അവർ ഒരുങ്ങുന്നുവെങ്കിൽ അവരുടെ ജീവിതം ധന്യമാണ്. നമ്മുടെ ജീവിതത്തിലും അനവധി ഇഷ്ടങ്ങൾ നമുക്കുണ്ട്. അനവധി ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർത്തുകൊള്ളണം, അതൊന്നും ശരിയാകണമെന്നില്ല, അതൊന്നും നന്മയാകണമെന്നില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം മറ്റൊന്നായിരിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി തൻ്റെ ഇഷ്ടം ത്യജിക്കാൻ ആർക്ക് മനസ്സുണ്ടോ നമ്മൾ കേട്ടത് ഓർത്തുകൊള്ളണം. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാനായി തൻ്റെ ഇഷ്ടത്തെ ത്യജിച്ച് സമർപ്പിക്കാൻ ആർക്ക് മനസ്സുണ്ടോ അവർക്കാണ് ദൈവം തൻ്റെ ഇഷ്ടം വെളിപ്പെടുത്തുന്നത്. അതേറ്റവും പരമപ്രധാനമായത്. ഞാനത് അവിടെ ഇരുന്ന് ചിന്തിപ്പാനിടയായിട്ട് പലപ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടം എനിക്ക് അറിയാൻ സാധിക്കുന്നില്ല. എൻ്റെ ഇഷ്ടം ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ ഇഷ്ടത്തെക്കാൾ ഉപരിയായി ദൈവത്തിൻ്റെ ഇഷ്ടം ഞാൻ എനിക്ക് അറിയിക്കാൻ ഇടയായിത്തീരുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, പല കാരണങ്ങളുണ്ട്, അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്
ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടത്തെക്കാൾ ഉപരിയാണെന്ന് എന്നെ അറിയിച്ചാൽ അത് ഞാൻ ചെയ്യില്ല. അത് തന്നെ ചെയ്യുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആപത്തിൽ വീഴാതെ വണ്ണം കർത്താവ് കാക്കും. അവിടെയാണ് നമ്മളിന്ന് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ദൂതായിട്ട് നമ്മൾ എടുത്ത് നമ്മുടെ ജീവിതത്തിൽ സമർപ്പിക്കേണ്ടത്. അതായത് ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞ് ഞാൻ ചെയ്യാമെന്നുള്ളതല്ല, പിന്നെയോ ഏത് വിഷയത്തിലും ഏത് കാര്യത്തിലും ദൈവം പ്രവർത്തിക്കുന്നത്, ഏത് വിഷയത്തിലും എൻ്റെ ഇഷ്ടത്തെക്കാൾ ഉപരിയായി ദൈവത്തിൻ്റെ ഇഷ്ടത്തിനായിരിക്കും സ്ഥാനമെന്ന് നമ്മൾ തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ഇഷ്ടം നിവർത്തിക്കാതെ തന്നെ ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവം നമുക്ക് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകും.